നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീനക്കാർ ലിയോ മെസ്സിയോട് ചെയ്തതെന്തോ അത് ബ്രസീലുകാർ നെയ്മർ ജൂനിയറോട് ചെയ്യണം. പറയുന്നത് പെഡ്രോ കൈസീഞ്ഞയാണ്, സാന്റോസിന്റെ കോച്ചാണ്. നമുക്കറിയാം, ലിയോ മെസ്സി അർജന്റീൻ ദേശീയ ടീമിൽ നീണ്ടകാലം കളിച്ചിട്ട് ഒരു കിരീടം പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ എല്ലാം നേടി. 2 കോപ്പ അമേരിക്ക, ഒരു ഫൈനലിസീമ, ഒരു വേൾഡ് കപ്പ്, ഇനി എന്ത് നേടാൻ, എല്ലാം നേടിക്കഴിഞ്ഞു. അതിൻ്റെ കാരണം എന്താ? ലിയോ മെസ്സിയെ സെൻറ്ററാക്കി നിർത്തി അദ്ദേഹത്തിൻ്റെ ചുറ്റും മികച്ചൊരു ടീം ഉണ്ടാക്കിയെടുത്തു. അദ്ദേഹത്തിന് വേണ്ടി കളിക്കുന്ന, അദ്ദേഹത്തിന് വേണ്ടി സർവ്വം സമർപ്പിക്കുന്ന ടീംമേറ്റ്സിനെ ഉണ്ടാക്കിയെടുത്തു. കോച്ചുമാർ പോലും ലിയോ മെസ്സിയെ ഏറെ ഇഷ്ടപ്പെടുന്ന, ലിയോ മെസ്സിയുടെ സുഹൃത്തുക്കളായവർ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയപ്പോൾ അവിടെ റിസൾട്ട് വന്നു. ആ കാര്യമാണ് ബ്രസീൽ നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നാണ് പെഡ്രോ കൈസീഞ്ഞ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഓർക്കുന്നുണ്ട് അർജന്റീനയുടെ അർജന്റീനയും ടീംമേറ്റ്സും എന്താണ് അവരുടെ ഫ്രണ്ടായിട്ടുള്ള മെസ്സിക്ക് വേണ്ടി ചെയ്തത് എന്ന്. മെസ്സിയുടെ ചുറ്റും ക്ലോസ് ഫ്രണ്ട്സിനെ അവർ അണിനിരത്തുകയാണ് ചെയ്തത്. അത് മെസ്സിയെ ചാമ്പ്യനാക്കി മാറ്റി. മെസ്സിക്ക് അപ്പോൾ ചാമ്പ്യനാവാൻ കഴിയുമായിരുന്നു. ആ രൂപത്തിലുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുത്തു. ഓൾ ബ്രസീൽ അതാണ് നെയ്മർക്ക് വേണ്ടി ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നെയ്മറെ നമ്മൾ സഹായിക്കുക, നെയ്മറെ ഗ്രോ ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുക, നെയ്മർക്ക് ആ ഒരു കോൺഫിഡൻറ്റ് തിരികെ കിട്ടാൻ വേണ്ടി സഹായിക്കുക, നെയ്മറെ ഹാപ്പിയാക്കുക, എന്നിട്ട് അദ്ദേഹത്തിന് കൂടുതൽ മത്സരങ്ങൾ കളിക്കാനുള്ള അവസരം കൊടുക്കുക, അദ്ദേഹത്തിന് കളിക്കളത്തിൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും, അദ്ദേഹത്തിന് അതിനു വേണ്ട ഫ്രീഡം കൊടുക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. കാരണം അത് അദ്ദേഹം ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ സാന്റോസിൽ അദ്ദേഹം ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, സെർട്ടൻലി ബ്രസീലിയൻ ദേശീയ ടീമിലും അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റും. അങ്ങനെ നെയ്മർ ആ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ബ്രസീലിയൻ ദേശീയ ടീമിന് ഗുണമാവും, അടുത്ത വേൾഡ് കപ്പിലും അത് ഗുണമാവും. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ സംഭവിക്കും. അടുത്ത വേൾഡ് കപ്പ് ഒരുപക്ഷെ നെയ്മറുടെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കാം. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി എന്താണോ അർജന്റീന മെസ്സിക്ക് വേണ്ടി ചെയ്തത്, ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ വലിയ നേട്ടത്തിലേക്ക് പോകാൻ പറ്റുമെന്നാണ് ഇപ്പോൾ പെഡ്രോ കൈസീഞ്ഞ പറയുന്നത്. എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണണം. ബ്രസീലിൻ്റെ അടുത്ത മത്സരങ്ങൾക്കായുള്ള കോളപ്പ് എല്ലാവരും കാത്തിരിക്കുകയാണ്. മാർച്ച് 7-ന് ആ ഒരു ടീം പ്രഖ്യാപനം ഉണ്ടാവും. അതിൽ നെയ്മർ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വരാം.